അങ്ങനെ ഓരോ പത്രവാർത്തയും വളരെ വിശദമായി പരിശോധിക്കാൻ നമുക്കൊപ്പം ഇന്ന് പ്രസ് സ്റ്റോപ്പിലുള്ളത് മിസ്റ്റർ VS സനോജ് ആണ്. VS സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കണ്ടിട്ട് ഒത്തിരി ദിവസമല്ലോ, എവിടെയായിരുന്നു VS സനോജ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആകെ ക്ഷീണിച്ച് അവശനായല്ലോ, എന്താ പ്രശ്നം? ഏതോ കല്യാണത്തിന് പോയിട്ട് അവിടെ ഗാനമേള നടത്തി ആളുകളെ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അല്ല, ഇത്രയും ധൈര്യം വേറെ ആർക്കെങ്കിലും കിട്ടുമോ? ഓക്കെ VS സനോജ്, അപ്പൊ നമുക്ക് പ്രസ് സ്റ്റോപ്പ് തുടങ്ങിയാലോ, വാർത്തകളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഒരുപാട് വാർത്തകൾ പ്ലേസ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഒന്നാം പേജുകൾ നോക്കിയാൽ നമ്മൾ കുറേ ദിവസമായിട്ട് ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട വാർത്തകളിൽ തന്നെ കൂടുതൽ പേജുകൾ ഹോൾഡ് ചെയ്ത ദിവസങ്ങളിലൂടെയാണ് കടന്നു വന്നത്, നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത, ഒരുപാട് വാർത്തകൾ, ആ വാർത്തകൾക്കെല്ലാം അർഹിക്കുന്ന പ്രാധാന്യം, ആ രീതിയിൽ അതിൻ്റെ രൂപകൽപ്പനയിലും ഒക്കെ തന്നെ ആ ഡിസൈനിലും എല്ലാം പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നിരവധി വാർത്തകൾ, വലിയ പ്രാധാന്യമുള്ള കുറേ അധികം വാർത്തകളുള്ള ദിവസം എന്ന് പറയാം. കാരണം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരു വലിയ, നമ്മളെല്ലാം ഞെട്ടിപ്പോയ ഒരു സംഭവം ഉണ്ടായി. നരനായാട്ടെന്നാണ് മാതൃഭൂമി അതിനെ വിശേഷിപ്പിക്കുന്നത്. CISF ഉദ്യോഗസ്ഥർ ഒരു യുവാവിനെ കാർ കയറ്റി കൊന്നു. അതായത് ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മറ്റൊന്ന്, വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം നടന്നു. ആ വാർത്ത കേരളത്തെ ഞെട്ടിച്ചു. അല്ലെങ്കിൽ മറ്റ് ആരും ഇങ്ങനൊരു വാർത്ത കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലേക്ക് അവരുടെ ഒരു അധികാരം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ CSFകാർക്കുള്ള ഒരു പവർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു കൊല എന്നും കൂടെ പറയാം. കാരണം ഇതൊന്നും ആരും ചോദിക്കില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നുണ്ടാകുന്ന ഒരു തരം വൈരാഗ്യമാണ് ഇതിന് പുറകിൽ. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല മേഖലയിലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ സംബന്ധിച്ച് ഇതൊരു വലിയ അത്ഭുതകരമായ, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ആ വാർത്തയ്ക്കാണ് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി അടക്കം, അല്ലെങ്കിൽ മലയാളത്തിലെ എല്ലാ പത്രങ്ങളും അത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ ചാനലുകളെല്ലാം തന്നെ അതിൽ തന്നെയാണ് കൂടുതലായിട്ടും നിന്നത്. ഏതായാലും ആ വാർത്തയ്ക്ക് പ്രാധാന്യം, അതിൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് മലയാള മനോരമയും മാതൃഭൂമിയും വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അവരുടെ വീട്ടുകാരുടെ പ്രതികരണം, ഒരു സാഹചര്യം എല്ലാം അതിനകത്ത് വളരെ സവിസ്തരം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അത് ഞാൻ പറഞ്ഞു വന്നത് അതിൽ പ്ലേസ് ചെയ്ത രീതിയാണ്. നരനായാട്ട് എന്ന് മാതൃഭൂമി കൊടുക്കുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റായിട്ടുള്ള അവിടെ മറ്റൊരു വാർത്ത പ്ലേസ് ചെയ്തിരിക്കുന്നു. നരഭോജി കടുവ, കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നു തിന്നു എന്ന് പറയുന്ന വാർത്ത. ഇന്ന് ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് ഒരു 7ഓളം പ്രധാനപ്പെട്ട വാർത്തകൾ പ്ലേസ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഇത് മലയാള മനോരമയിലും ഇങ്ങനെ തന്നെയാണ്, മറ്റ് മിക്കവാറും പത്രങ്ങളിലും ഇങ്ങനെയാണ്. കാരണം ഒന്ന്, ചോദ്യങ്ങളുമായി രാഷ്ട്രപതി, ബില്ലുകൾക്ക് സമയക്രമം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി അതായത് ഈ അധികാര തർക്കവുമായി ബന്ധപ്പെട്ടും കീഴ്വഴക്കങ്ങളുമായി ബന്ധപ്പെട്ടും വലിയ വിവാദവും ചർച്ചകളും നടക്കുന്ന സമയമാണ്. ഗവർണറുടെ അധികാരം സംബന്ധിച്ചടക്കം അതിൽ ബില്ലുകൾ പാസ്സാക്കുന്നതിൻ്റെ കാലപരിധി സംബന്ധിച്ചും, ആ ബില്ലുകൾ പാസ്സാക്കാതിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെങ്കിൽ അത് ശരിയില്ല എന്ന് തുടങ്ങിയുള്ള നിയമതർക്കം ഹൈക്കോടതി ഉൾപ്പെടെ, അല്ലെങ്കിൽ സുപ്രീം കോടതി ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ഇതിലൊക്കെയാണ് രാഷ്ട്രപതിയുടെ ഈ ചോദ്യങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഞെട്ടിച്ചു കളഞ്ഞ മറ്റൊരു വിവാദം എന്ന് പറയുന്നത് BJPയുടെ മധ്യപ്രദേശിലെ മന്ത്രിയുടെ പ്രസ്താവനയാണ്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ നടത്തിയ, ഖുറേഷി എന്ന പേര്, ആ ഖുറേഷി എന്ന് പറയുന്ന സർനെയിം എന്ന് പറയുന്നതിൻ്റെ അതിനകത്തെ മതം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അങ്ങേയറ്റം വിദ്വേഷപരമായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദം, അതിൽ സുപ്രീം കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കരുതെന്ന് മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷാ പറഞ്ഞെങ്കിലും സുപ്രീം കോടതി അത് ചെവിക്കൊണ്ടിട്ടില്ല. ഈ ദിവസങ്ങളിൽ, എനിക്ക് തോന്നുന്നു ഇന്നാണ് ആ കേസ് പരിഗണിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട് ഇന്ന് പരിഗണിക്കുകയാണ് ആ കേസ്. അപ്പോൾ ഈ രീതിയിൽ ഒരു വലിയ ദേശാഭിമാനത്തിൻ്റെയും ഒരു നാഷണാലിസത്തിൻ്റെയും ഒക്കെ ഒരു തരത്തിലേക്ക് BJP മൊത്തത്തിൽ രാജ്യത്തെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ നിലപാടുകൾ എടുക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കുകയും അത് ആളുകളിലേക്ക് എത്തുകയും ചെയ്ത ഒരു സമയത്തൂടെ കടന്നുപോയിട്ട് അവസാനം BJPയുടെ മന്ത്രി തന്നെ പറയുന്നു, സോഫിയ ഖുറേഷിയുടെ മതത്തെ അടിസ്ഥാനമാക്കി വളരെ അധിക്ഷേപകരമായ പ്രസ്താവന നടത്തുന്നു. ഈ വാർത്ത എന്തായാലും ദ ഹിന്ദു ഉൾപ്പെടെ മലയാള മനോരമയും മാതൃഭൂമി അടക്കം വലിയ പ്രാധാന്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഒന്നാം പേജിൽ രണ്ട് സുധാകരന്മാരുടെ, കേരളത്തിലെ ഇപ്പോഴത്തെ രണ്ട് സുധാകരന്മാർ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്ന്, നമുക്കറിയാവുന്നതുപോലെ സുധാകരൻ്റെ സങ്കടങ്ങൾ, അത് മാതൃഭൂമി പ്രാധാന്യത്തിൽ കൊടുത്തിട്ടുണ്ട്. കാരണം എഡിറ്റോറിയൽ പേജിൽ, മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ സുധാകരനുമായുള്ള അഭിമുഖം
കേസുദാഹരണമായി എന്തിനു മാറ്റിയെന്ന് ആ ദിവസങ്ങളിൽ ഇത് വലിയ തീരുമാനം, ഒരുമിച്ചെടുത്ത തീരുമാനം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വരുന്നു. കോൺഗ്രസ്സിലുള്ള അസ്വാരസ്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നു. സുധാകരൻ്റെ സങ്കടങ്ങൾക്ക് തൽക്കാലം ചെവി കൊടുക്കേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അനീഷ് ജേക്കബ് തിരുവനന്തപുരത്ത് നിന്ന് മാതൃഭൂമിക്ക് വേണ്ടി എഴുതുന്നു. അപ്പോൾ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ്റെ സങ്കടം, ഒപ്പം സുധാകരൻ്റെ ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രസ്താവന കുറച്ച് കയറ്റിപ്പറഞ്ഞതാണ് എന്നാണ് സുധാകരൻ പറയുന്നത്. ഏതായാലും ആ കയറ്റിപ്പറഞ്ഞത് ലേശം ഭാവന കൂട്ടി കലർത്തി പറഞ്ഞത് വലിയ വിവാദമായിരിക്കുന്നു. ആ വിവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുന്ന അല്ലെങ്കിൽ ഈ കാര്യം സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു. സുധാകരൻ്റെ പല പ്രസംഗങ്ങളും സമീപകാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും CPM-ന് തന്നെ വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഏതായാലും അടുത്ത ഒരു വിവാദം അല്ലെങ്കിൽ അടുത്ത പ്രകോപനം അല്ലെങ്കിൽ അടുത്ത CPM-നെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രസ്താവന എന്ന് വേണമെങ്കിൽ ഈ സർവീസ് സംഘടന ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് വോട്ടുകൾ എണ്ണുന്ന സമയത്തുണ്ടായ 89-ലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുധാകരൻ്റെ വിവാദ പ്രസ്താവന ഒന്നാം പേജിൽ ലഭിച്ചിരിക്കുന്നു. ഒപ്പം ഏറ്റവും ചരിത്രപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ആദ്യമായി വനിതകൾ വന്നിരിക്കുന്നു. അതിൽ തന്നെ ഒരു ദളിത് പ്രാതിനിധ്യം അടക്കം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത്തരം വളരെ കുറച്ച് ഈ സ്ത്രീകളുടെയൊക്കെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില ഫണ്ടമെൻ്റലായ ചില കാര്യങ്ങളിൽ അതിനോടുള്ള ഒരു വിരോധം അല്ലെങ്കിൽ ഒരു വിയോജിപ്പും അതിൻ്റെ ഒരു കീഴ്വഴക്കത്തിൻ്റെ ലംഘനമായിട്ടെല്ലാം എടുക്കുന്ന പാർട്ടികളുടെ രീതികൾ മുസ്ലിം ലീഗിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വനിതാ ലീഗിൻ്റെ പരിപാടിയിൽ സ്റ്റേജിൽ മുഴുവൻ ആണുങ്ങളായ ലീഗ് നേതാക്കന്മാരിരിക്കുന്ന ചിത്രങ്ങളൊക്കെ മുമ്പ് പ്രചരിച്ചിട്ടുണ്ട്. ഏതായാലും ലീഗ് അടക്കം മാറുന്നു, അല്ലെങ്കിൽ ലീഗിനടക്കം വളരെ ആ ഒരു ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരേണ്ടി വരുന്നു എന്നുള്ള തരത്തിലേക്ക് സമൂഹം മാറുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതായാലും ആ വാർത്ത ഒന്നാം പേജിലുണ്ട്. ഒപ്പം മാതൃഭൂമിയിൽ തന്നെ ഈ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച ബെയിലിൻ ദാസിൻ്റെ വാർത്ത, അങ്ങനെ ഒരു 7-8 പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ പ്ലേസ് ചെയ്യപ്പെട്ട ദിവസം. ഇത് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് മറ്റു പത്രങ്ങളും കൊണ്ടുപോയിരിക്കുന്നത് കാര്യങ്ങളെ. മലയാള മനോരമ വളരെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു ഈ വാർത്തകളെ എന്ന് പറയാം. കാരണം അതിൽ മലയാള മനോരമയ്ക്കുള്ള മാതൃഭൂമിക്കില്ലാത്തതും അല്ലെങ്കിൽ മാതൃഭൂമി വലിയ പ്രാധാന്യത്തിലേക്ക് വരാത്തതും മലയാള മനോരമയ്ക്കുള്ളതുമായൊരു രസകരമായതും ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതുമായൊരു വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. രാത്രി വീടിനുള്ളിൽ പുലി കുട്ടിയെ തട്ടിയിട്ടു, നായയെ കടിച്ചെടുത്തു. ഈ നായയെ കടിക്കാൻ വേണ്ടി വീടിനകത്ത് കയറി ഓടുന്നതിനിടയിൽ ഉറങ്ങിക്കിടന്ന് കുഞ്ഞിനെ താഴേക്ക് തട്ടിയിട്ടിട്ട് പുലി പോയ വാർത്തയാണ്. അതായത് ഒരു വലിയ പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. മലമ്പുഴ എലിവാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. എലിവാൽ മലമ്പുഴയിലെ കവ ഐലൻഡിൻ്റെ അറ്റത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ വളരെ മനോഹരമായ സ്ഥലമൊക്കെയാണ്. അവിടെ അരുവിയും ഇതൊക്കെയുണ്ട്. വളരെ കാമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഈ രീതിയിലുള്ള ഒരു അപകടം അവിടെയുണ്ട്, ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം. മനോരമ ഇതിൽ 4-ാം പേജിൽ മറ്റൊരു നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകളുടെ സ്വഭാവത്തിലല്ലാത്തൊരു വാർത്ത കൂടെ പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടാണ്. കാള വൈബ് എന്നാണ് അതിനകത്ത് തലക്കെട്ട്. വളരെ രസകരമായൊരു തലക്കെട്ടാണ്. ഏതായാലും ഈ ഓഹരി വിപണിയുടെ ഒരു ബുൾ ആധിപത്യത്തെക്കുറിച്ച് ഉള്ളൊരു വാർത്തയാണ് മനോരമ നൽകിയിരിക്കുന്നത്. ഏതായാലും സിന്ദൂറുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഉൾപേജുകളിലുണ്ട്. ഒപ്പം മധ്യപ്രദേശിലെ മന്ത്രിയുടെ വിവാദ പ്രസ്താവന അവർ നാക്കുപിഴ കുരുക്കായി BJPക്ക് രാഷ്ട്രീയ നേട്ടം നഷ്ടമായി എന്ന് മനോരമ പറയുന്നു. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നത് ഈ ദോഹയിലെ ഡയമണ്ട് ലീഗ് അത്ലറ്റിക് ഇന്ന് ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പ്രതീക്ഷയുടെ നീരജ് ചോപ്ര എന്ന് പറഞ്ഞ് 90 എന്ന് പറഞ്ഞുകൊണ്ട് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറഞ്ഞ് മനോരമ കൊടുത്തിരിക്കുന്നു. ഒപ്പം ഇടവേളയ്ക്ക് ശേഷം IPL പ്ലേ ഓൺ ആയി എന്ന് മനോരമ പറഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഈ വാർത്തകളുടെ ബഹളത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാർത്ത ഉണ്ട്. അത് വിലപ്പോയില്ല, അംബേദ്കർ ഹോസ്റ്റലിൽ രാഹുൽ എന്ന് പറയുന്ന പേജ് 10 മലയാള മനോരമയുടെ വാർത്തയാണ്. ബീഹാറിലെ ദർഭംഗയിൽ വിദ്യാഭ്യാസ നീതി സംവാദത്തിൽ പങ്കെടുക്കാനെത്തിയ രാഹുൽ അംബേദ്കറിൻ്റെ ചിത്രം ഉയർത്തി കാണിക്കുന്നു. അപ്പോൾ പോലീസിൻ്റെ ഒരു വിലക്ക് അവിടെ സംഭവിച്ചു രാഹുലിനെതിരെ. ആ വിലക്ക് ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ആ പരിപാടിയിലേക്ക് കയറി പോയതിനെക്കുറിച്ചുള്ള രസകരമായ അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന, ഇപ്പോഴത്തെ ഒരു സമയത്ത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ദേശാഭിമാനിയിലും ഏതാണ്ട് ഈ സോഫിയ ഖുറേഷിയെ അപമാനിച്ച കാര്യവും കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഈ പറയുന്ന അഭിപ്രായ ഭിന്നതയും അതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളും തന്നെയാണ് ദേശാഭിമാനി പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഈ ധീരജിനെ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഭീഷണി മുദ്രാവാക്യം കൂടെ
അവർ ആ വാർത്തയ്ക്കൊരു പ്രാധാന്യം സ്വാഭാവികമായും അത് അവർ കൂടുതലായിട്ട് വലിയ വാർത്താ പ്രാധാന്യത്തോടെ നൽകും. അതേതായാലും കൊടുത്തിരിക്കുന്നു. ഒപ്പം ഈ പറഞ്ഞ പോലെ CSFകാരുടെ അതിക്രൂരമായ കൊലപാതകത്തിനിരയായ യുവാവിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളുള്ള വാർത്തയും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് കേരള കൗമുദിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് അല്ലാതെയുള്ളത് കശ്മീരിലെ 3 ഭീകരരെ വധിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ന് അവർ 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം അഭിഭാഷകയെ തല്ലിച്ചതച്ച ബെയിലിൻ പിടിയിൽ എന്ന് കൗമുദി പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. പല വാർത്തകളും പറയാനുള്ള സമയമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലേക്ക് അത്രയും വാർത്തകളുണ്ടെന്ന് പറയാം. ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും അടക്കം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആണവ ശാക്തീകരണം സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ആണവശക്തി എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നു. അതിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി ഇടപെടാൻ അടിയന്തരമായി വേണമെന്നുള്ള രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവനയാണ്. ഞാൻ ഒറ്റ വാർത്തയുടെ ഒരു ചിത്രം, കൗതുക ചിത്രത്തുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു അവസാനിപ്പിക്കാൻ തോന്നുന്നു. അത് മിസ് വേൾഡ് 2025 കണ്ടസ്റ്റൻസ് ഇവിടെ ഒരു അമ്പലത്തിലേക്ക്, ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്ത ഒരു വാർത്ത കൂടെ ഏതായാലും ഹിന്ദു നൽകിയിരിക്കുന്നു. ബാക്കി എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊക്കെ തന്നെയാണ്. അതായത് ഇൻഡസ്ട്രി ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. ഇതിലൊരു തീരുമാനമാവാതെ, ഇന്ത്യ പാക് നയതന്ത്ര കാര്യത്തിൽ തീരുമാനമാവാതെ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു. ഒപ്പം മറ്റൊരു രസകരമായ വാർത്ത, ഈ ഐഫോൺ എന്തിനാണ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്, അത് അമേരിക്കയിൽ തന്നെ ചെയ്താൽ പോരെ എന്ന് ആപ്പിളിൻ്റെ CEO ട്രംപ് ചോദിച്ചിരിക്കുന്നു. പിന്നെ ഇത്തരത്തിൽ വളരെ ട്രംപ് വന്നപ്പോൾ തൊട്ട് തന്നെയുള്ള ആ വിഭജന സ്വഭാവം ഏതായാലും പുലർത്തുന്നുണ്ട്. ഇനി പല വാർത്തകളും നമുക്കിന്ന് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത വിധം അത്രമേൽ വാർത്താ സമൃദ്ധിയുള്ള ഒരു ദിവസമാണ്. ഏതായാലും ഞാൻ കൂടുതൽ പോകുന്നില്ല. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു. സേതു. ഓക്കെ സനോജ്.